ആലപ്പുഴ പഴയ നടക്കാവ് റോഡിലെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികാരികൾ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പൊതുപ്രവർത്തകൻ കൂടിയായ കമാലം മാക്കിയിൽ ആവശ്യപ്പെട്ടു. പേവിഷബാധയേറ്റ് ഹരിപ്പാട് കുട്ടി മരിച്ചതുപോലെയുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്നും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിത്യവും നൂറുകണക്കിന് കുട്ടികളും അതിലേറെ പ്രായം ചെന്നവരടക്കം വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന പ്രധാന റോഡായ പഴയ നടക്കാവ് റോഡിലെ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാത്തത് പ്രദേശത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. സ്കൂളിലേക്കും വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളിലേക്കും കുട്ടികളും മുതിർന്നവരുമടക്കം ഭീതിയോടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കൂട്ടം കൂടി നിൽക്കുന്ന തെരുവുനായ്ക്കളുടെ ആക്രമണം ഏത് സമയവും മുന്നിൽ കണ്ട് നടക്കുന്നതാണ് ആളുകളുടെ ഭീതിക്ക് കാരണം. ഇത് സംബന്ധിച്ച് നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടും ഫലമുണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പേവിഷബാധയേറ്റ് ഹരിപ്പാട് സ്കൂൾ കുട്ടി മരണപ്പെട്ട ദൗർഭാഗ്യകരമായ അവസ്ഥ ഇനി മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല എന്നും പഴയ നടക്കാവ് റോഡിലെ തെരുവുനായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം പ്രദേശവാസികളുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത നേതൃത്വത്തിൽ മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് നൽകാൻ പ്രദേശവാസികൾ തയ്യാറാകുമെന്ന് പൊതുപ്രവർത്തകൻ കൂടിയായ കമാലം മാക്കിയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഹരിപ്പാട് ഒരു വിദ്യാർത്ഥി സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ അവനെ നായ കടിച്ചില്ല, പക്ഷെ നായയുടെ നഖം കൊണ്ടതാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ പേരിൽ ആ വിഷബാധയേറ്റ് ആ കുഞ്ഞു മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കെല്ലാം വലിയൊരു പാഠമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ദയവായി ഈ പാതയോരത്ത് ഇങ്ങനെ അലസമായി നടക്കുന്ന ഈ തെരുവ് നായ്ക്കളെ അതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി വേണ്ട ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് വിനീതമായ അപേക്ഷ. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇതിൻ്റെ ജില്ലാ ഭരണാധികാരികൾക്ക്, ഭരണകൂടത്തിന് ഞങ്ങൾ സമൂഹം ഒന്നാകെ പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകളും മറ്റുമൊക്കെ ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായമുള്ളവരാണ് എന്നത് ഉത്തരവാദിത്തപ്പെട്ടവരെ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായ്ക്കൾ ഇരുചക്ര വാഹനത്തിന് കുറുകെ ചാടി അപകടമുണ്ടാക്കുന്നതും പതിവാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.